മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ഫസ്റ്റ് എപ്പിസോഡ് പാതിരാത്രി 12 മണിക്കാണ് ഹോട്ട്സ്റ്റാറിൽ റിലീസായത്. അതിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അതിന്റെ മുഖം ലാലേട്ടനാണ്. ആദ്യത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഗ്രാൻഡിയർ, അത് ഈ ഒരു അഗ്നിപരീക്ഷ എപ്പിസോഡിൽ വളരെയധികം മിസ്സിംഗ് ആയിരുന്നു, ഉടനീളം മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഇതിന്റെ ഹോസ്റ്റ് ബിഗ് ബോസ് സീസൺ 5 റണ്ണറപ്പ് ആയിട്ടുള്ള റനീഷ ആയിരുന്നു. റനീഷ ഒരിക്കലും ലാലേട്ടൻ ഒരു റീപ്ലേസ്മെന്റ് ആവുകയൊന്നും ചെയ്യില്ല. പക്ഷെ റനീഷ വളരെ നല്ല രീതിക്ക് തന്നെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കോമണേഴ്സ്, അത് പിന്നെ 20 ചുരുങ്ങുന്നുണ്ട്. അതിനകത്ത് മൈജിയുടെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി കോമണേഴ്സും അതേപോലെ വൈറ്റ് ഗോൾഡിന്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രി കോമണേഴ്സും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് 40 സാധാരണക്കാരാണ് ആദ്യത്തെ ആ ഒരു മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ടാസ്കിൽ മത്സരിച്ചത്. മണിച്ചിത്രത്താഴ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂസിന്റെ സഹായത്തോടെ പൂട്ട് തുറക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക്. അതിനകത്തിപ്പോ ചെറിയ രീതിയിൽ ഒരു വഴക്കുണ്ടാകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. വലിയ സംഭവമൊന്നും അല്ല, പക്ഷെ ഒരു വഴക്ക് എന്നുള്ള രീതിയിലൊക്കെ അത് ആയി പോകുന്നതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വഴക്ക് വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കണം. പൂജ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്, ഹൗസ് വൈഫ് ആണെന്നാണ് പറഞ്ഞത്. വഴക്കിട്ട ആള് പരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞത് കേട്ട്, അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പുള്ളി നോക്കൗട്ട് ആയി പോയി കേട്ടോ. പൂജ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരത്തി സെലക്ട് ആയ 20 പേരുടെ കൂട്ടത്തിലാണ്. അപ്പൊ ഈ ഒരു ടാസ്കിൽ ജയിക്കുന്ന ഒരാള്, അതായത് അഗ്നിപരീക്ഷ ജയിക്കുന്ന ഓരോ ടീമിൽ നിന്നും ടാസ്കുകൾ ജയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റി പെൻഡന്റ് ആണ്. ഇത് ഓരോ ടീമിനും ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ട്. അതിരിക്കുന്ന ആ ഒരു ഗ്ലാസ് കേസിന്റെ കളർ മാറുന്ന അനുസരിച്ചാണ് ഇത് കൊടുക്കുന്നതെന്നോ അങ്ങനെ എന്തോ പറയുന്നതായിട്ട് കേട്ടിരുന്നു. ജഡ്ജസ് ഇവരെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഗ്ലാസ് കേസിന്റെ കളർ റെഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടില്ല എന്നോ അങ്ങനെ എന്തോ പറയുന്നതായിട്ട് കേട്ടിരുന്നു. അതിനെപ്പറ്റി നമ്മൾ വഴിയെ മനസ്സിലാക്കും. അതിനെ ചൊല്ലി എന്തുമാത്രം അടി നടക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കണ്ടത് ടീം സെലക്ഷൻ ആണ്. അതായത് നമ്മുടെ ജഡ്ജസ് ആയിട്ടുള്ള അഖിൽമാരാര്, റിയാസ്, രഞ്ജിനി, ഇവരാണല്ലോ ജഡ്ജസ്. അപ്പം ഇവരുടെ ടീംമേറ്റ്സിനെ വിളിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ റാൻഡംലി തെരഞ്ഞെടുക്കുകയാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഈ കോമണേഴ്സ് ആരാണ് എന്താണെന്നുള്ളത്. അപ്പം ഗെയിം ചേഞ്ചർ ടീം എന്നാണ് റിയാസിന്റെ ടീമിന്റെ പേര്. പിന്നെ റഫ് ആൻഡ് ടഫ്, ഫിയർലെസ്, ഇങ്ങനെ 2 ടീംസ് വേറെയുണ്ട്. റഫ് ആൻഡ് ടഫ് അഖിൽമാരാരുടെ ടീമും ഫിയർലെസ് രഞ്ജിനിയുടെ ടീമുമാണ്. ഇതിനകത്ത് രഞ്ജിനിയുടെ ടീം മൊത്തം ഒരു ഓൾ ലേഡീസ് ടീമാണ്. മാരാറുടെ ടീമിനകത്ത് മുഴുവനായിട്ടും ആണുങ്ങളായാണ്, പക്ഷെ അവസാനം ഒരു സ്ത്രീയെ സെലക്ട് ചെയ്തു. റിയാസ് മാത്രമാണ് മിക്സ് ചെയ്ത് സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 15 ദിവസത്തിൽ കോമണേഴ്സിന്റെ മാത്രം മത്സരം എന്നതിനേക്കാൾ ഉപരി നമ്മൾ കാണാൻ പോകുന്നത് ജഡ്ജസ് തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരിക്കും. കാരണം സ്വന്തം ടീംമേറ്റ്സിനെ വിജയിപ്പിക്കാൻ വാശിയോടെ ജഡ്ജസ് മത്സരിക്കാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് പല കളികളും അവർ തമ്മിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അഖിൽമാരാർ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: സീസൺ 4 ഉണ്ടായിരുന്നുവെങ്കിൽ റിയാസിനെ അടിച്ചിരുത്തിയേനെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതിന് മറുപടി ആയിട്ട് റിയാസ് ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, തിരിച്ച് പറഞ്ഞായിരുന്നു, അഖിൽമാരാറുടെ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ. അപ്പൊ ഈ 2 ചോദ്യത്തിന് എണീറ്റ് നിൽക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും മത്സരം നടക്കാൻ പോകുന്നത് ജഡ്ജസ് തമ്മിലും കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് കഴിഞ്ഞിട്ട് നടന്നത് ഇൻട്രൊഡക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഇവർ ഈ കോമണേഴ്സ് അവരുടെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സംഭവമായിരുന്നു. റിയാസിന്റെ ടീമിനെയാണ് ആദ്യം പരിചയപ്പെട്ടത്. ആ ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു 3-4 പേരുണ്ട്. അഭിറാം എന്ന് പറയുന്ന ഒരാളൊരു ചുള്ളനാണ്, ജിം ട്രെയിനറാണ്. എന്തുകൊണ്ട് മലയാളികൾ നിങ്ങളെ കാണണമെന്ന റിയാസിന്റെ ആ ഒരു കൊണസ്റ്റ് ചോദ്യത്തെ വളരെ നൈസായിട്ട് പുള്ളി നേരിടുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. പുള്ളി കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് റിയാസുമായിട്ട് അടി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ പൂജ, അനഘ, രാഷ, പ്രണവ്, എൽദോ എന്ന് പറയുന്നൊരു പുള്ളിയൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടാണ് തോന്നിയത്, ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തോന്നിയത്. പിന്നെ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് റിയാസിന്റെ ഗ്രൂപ്പ് ടാസ്ക് ചെയ്തു, പിരമിഡ് ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് ആണ് കൊടുത്തത്. ക്ലാസിക് ടാസ്കുകളിൽ ഒന്നായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് പ്രണവ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. കളറിപ്പായിട്ടൊക്കെ അറിയാവുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ്. സോ പ്രണവ് ആണ് ആ ഒരു ടാസ്കിൽ ജയിച്ചത്. അതെനിക്ക് തോന്നുന്നു അഭിറാം എന്ന ഒരു പുള്ളിയുമായിട്ട് റിയാസിന് എന്തോ ഒരു ഈഗോ അടിച്ച് കാണണം. റിയാസിന് വഴിയോടെ പോകുന്ന എല്ലാവരുമായിട്ട് ഈഗോ ആണ്. അപ്പം പ്രണവുമായിട്ട് എന്തോ ഒരു ഈഗോ അടിച്ചു. കാരണം പ്രണവിന്റെ പിരമിഡ് ആണ് കാണാൻ നല്ലത് എന്ന് പറഞ്ഞ് അബ്രാമിനെ തഴയുന്നത് പോലെയൊക്കെ എന്തോ തോന്നി. നമുക്ക് അതൊക്കെ എന്താണെന്നുള്ളത് കണ്ടറിയാം. നമുക്ക് ഇവർ തമ്മിൽ അടിയാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ ജഡ്ജസിന്റെ കയ്യിൽ ഒരു മണി കൊടുത്തിട്ടുണ്ട്. മത്സരാർത്ഥികൾ സംസാരിക്കുന്ന ഇഷ്ടമായില്ലെങ്കിൽ വേണം മണി അടിക്കാൻ, എന്നിട്ട് നെക്സ്റ്റ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. റിയാസ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു. അബ്രാം സംസാരിച്ച് തീരുന്നതിന് മുമ്പ് റിയാസ് അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അതാണ് അടി ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അഭിറാം സംസാരിച്ചപ്പോൾ റിയാസ് അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു.
എന്തായാലും ഗെയിം ഓൺ ആണ്. ജഡ്ജസ് തമ്മിലും ടീംമേറ്റ്സ് തമ്മിലും പിന്നെ ജഡ്ജും ടീംമേറ്റ്സും തമ്മിലും അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ജഗപക മണക്കുന്നുണ്ട്. മൊത്തത്തിൽ അടിയാവുന്നാണ് തോന്നുന്നത്. ആ ഒരു ഡ്രാമ, ബിഗ് ബോസിൻ്റെതായിട്ടുള്ള എല്ലാ ഡ്രാമയും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ എടുത്തു പറഞ്ഞ ആളുകൾ മാത്രമൊന്നും അല്ല കേട്ടോ, കൊള്ളാവുന്ന കുറേയധികം കോമണേഴ്സിനെ ഇവര് തിരഞ്ഞെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്വാളിറ്റി കാണാനുണ്ട്. മൊത്തത്തില് എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി സെലിബ്രിറ്റീസിന്റെ ഒന്നും ഇടയ്ക്ക് അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പ്ലാൻ ഉള്ളവരൊന്നും അല്ല. അങ്ങനെ ആവേശത്തോടെ തന്നെ മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർ തന്നെയാണ്. പൊട്ടൻഷ്യൽ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ടാസ്ക് ഇതിനിടയ്ക്ക് നടന്നു. രഞ്ജിനിയുടെ ടീമാണ് കളിച്ചത്. അതില് ജയിച്ച ആൾക്കും ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്നതായിട്ട് കണ്ടു. പേര് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പം ഓരോ ടീമിനും ഓരോ ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ട്. അങ്ങനെയാണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇൻഫിനിറ്റി പെൻഡന്റിന് വേണ്ടി ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഗെയിംസും എല്ലാവരും കളിക്കാൻ പോകുന്നത്. അപ്പൊ ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടാസ്കുകളിൽ ഔട്ടായവരാണ് ഔട്ട് ഹൗസിൽ ഇരിക്കുന്നത്. അവർക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. അബ്രാം ആദ്യം തന്നെ ഔട്ട് ഹൗസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അപ്പം രണ്ടാമത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ നോക്കൌട്ട് ടാസ്ക് ഉണ്ടല്ലോ, 20 പേര് ഔട്ടായ ആ ഒരു ടാസ്കിൽ എലിമിനേറ്റ് ആയവരാണ് അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അതായത് നാളത്തെ എപ്പിസോഡിൽ അവരാണ് വരാനായിട്ട് പോകുന്നത്. അവർക്കൊരു അവസരം കൊടുക്കുമായിരിക്കും. അപ്പൊ അവരിൽ നിന്ന് ആരൊക്കെ ഈ കൂട്ടത്തിലേക്ക് വരും എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ആദ്യത്തെ എപ്പിസോഡ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പുതുമ നിറഞ്ഞൊരു കാഴ്ച അനുഭവം, വ്യൂവിങ് എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല. റിയാസ് പറഞ്ഞ പോലെ ഭയങ്കര പുതിയ ഫോർമാറ്റ്, അതിൻ്റെതായിട്ടുള്ള ഒരു ഇതും തോന്നിയിട്ടൊന്നുമില്ല. ബിഗ് ബോസ് പോലെ ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ പരിപാടിയാണല്ലോ. ലാലേട്ടനൊക്കെ വന്ന് നിന്ന് തകർക്കുന്നതാണ് ഓരോ വർഷവും. അപ്പൊ അത് വെറും ഒരു എന്താ പറയാ, ഒരു TV ഷോ ആക്കി കളഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ്, ഭയങ്കര ഗ്രാൻഡിയർ ഉള്ള ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. അപ്പൊ അങ്ങനെ ഒരു വെറും ഒരു TV ഷോ ആക്കി കളഞ്ഞ ഒരു തട്ടിക്കൂട്ട് ഫീൽ എനിക്ക് മൊത്തത്തിൽ അടിച്ചു. ഉള്ളത് പറയാമല്ലോ, ആ ഒരു തട്ടിക്കൂട്ട് ഫീൽ മൊത്തത്തിൽ അടിച്ചു. അഗ്നിപരീക്ഷ എന്നുള്ള അവരുടെ ആ ഒരു തീം സോങ് തന്നെ വൻ തോൽവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ഹുക്കിംഗ് അല്ലായിരുന്നു. എന്താ പറയാ, ഹിന്ദിയിലൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ് മൊത്തത്തില്. നമ്മുടെ ആ ഒരു എന്താ പറയാ, വിജയേഷ്ദാസ് പാടിയ ഒരു തീം സോങ് വരുമ്പോഴാണ് ഒരു ബിഗ് ബോസിന്റെ വൈബ് അടിക്കുന്നത്. അപ്പം അത് ഉൾപ്പെടെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത്. പക്ഷെ അവിടെയും ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ, അതായത് കോമണേഴ്സ് എന്ന് പറഞ്ഞ് ഇവര് ഇറക്കിയിരിക്കുന്ന ചില്ലറക്കാരെ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വെടിമരം എന്നുള്ള നല്ല കിടിലൻ ആളുകൾ തന്നെയാണ് ഈ 20 അല്ലെങ്കിൽ 40 പേരും. പൊട്ടൻഷ്യൽ ഉള്ളവർ തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ 24 hours ലൈവ് സ്ട്രീമിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന നമ്മളിലേക്ക് വീണ്ടും ആ പഴയ ആ ഒരു എപ്പിസോഡ് ഫോർമാറ്റ് കൊണ്ടുവന്നതാവാം എനിക്കിത് വലിയ രീതിയിൽ വർക്കാവാത്തതെന്ന് തോന്നുന്നു. പിന്നെ അഖിൽമാരാര്, റിയാസ്, റെനീഷ ഇവരോട് ആരോടും പഴയ ആ ഒരു താല്പര്യവും ഇല്ല, ഉള്ളത് പറയാമല്ലോ. രഞ്ജിനി ഹരിദാസിന് മലയാളികൾക്ക് ബിഗ് ബോസിന് മുന്നേ പരിചയമുള്ള ഒരു മുഖമായതുകൊണ്ട് ഏത് ഷോയിൽ വന്നാലും നമ്മൾ ഇരുന്ന് കാണും. അത് വേറൊരു കാര്യം. പിന്നെ രഞ്ജിനി വളരെയധികം ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് എപ്പോഴും തോന്നുന്നുണ്ട്. കൂടെയുള്ള മറ്റ് 2 ജഡ്ജിമാരെ പോലെ അല്ല, അത് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം, രഞ്ജിനിയുടെ ടീമിലുള്ള ഒരു കോമണർ പുള്ളിക്കാരത്തിയോട് രഞ്ജിനി ചോദിച്ചു ആരാണ് ബിഗ് ബോസിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. പുള്ളിക്കാരത്തിക്ക് വേണേ പറയാമായിരുന്നു എന്താണ് പേളിമണിയാണ് എന്ന് ചോദിച്ച പാടെ തന്നെ പുള്ളിക്കാരത്തിക്ക് വേണേ പറയാമായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, രഞ്ജിനി ഹരിദാസ് ആണെന്നങ്ങ് തട്ടി അങ്ങോട്ട് വിട്ടു. അപ്പം രഞ്ജിനിയുടെ കയ്യിൽ ഒരു റിട്ടേൺ റിപ്ലൈ ഉണ്ടായിരുന്നു. അതായത് ഇന്റർവ്യൂവിന്റെ സമയത്ത് ആ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞത് വേറെ പേരാണ്, പേളിയുടെ പേരാണ് പറഞ്ഞത്. അപ്പം ആ ഒരു റിട്ടേൺ റിപ്ലൈ രഞ്ജിനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഉടനെ I see that you admire Perlimani as your favorite contestant. അങ്ങനെ രഞ്ജിനി അത് വായിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ക്ലിപ്പ് ഉറപ്പായിട്ടും വൈറലാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഈ അടുത്തൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിനൊക്കെ ചൊല്ലി ഒരു വിവാദം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ രഞ്ജിനി ടാസ്കിലൊന്നും നല്ലപോലെ പെർഫോം ചെയ്തിട്ടില്ല എന്നുള്ള മാരാറുടെ ആ ഒരു പരിഹാസത്തെയും വളരെ നല്ല രീതിയിൽ രഞ്ജിനി നേരിടുന്നതായിട്ട് കണ്ടു. അഖിൽമാരൊരു ബിഗ് ബോസ് ജയിച്ചു, പക്ഷെ MLA ആയില്ല. MLA ആയിട്ട് നിന്നപ്പോ തോറ്റു. അങ്ങനെയാണ് ഓരോരുത്തരുടെയും കാര്യമെന്ന് രഞ്ജിനി പറയുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഓവറോൾ നോക്കിയാല് ജഡ്ജിമാരില് രഞ്ജിനി ഒരു ലെവൽ മുകളിൽ തന്നെയാണ്. ബിക്കോസ് ഷീസ് എ സൂപ്പർ സീനിയർ ടു ദം. ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്തൊരു ജനതയുടെ മുന്നിൽ വന്ന് നിന്ന് തകർത്ത് ഗെയിം കളിച്ച ഒരാളാണ്. അത് നല്ല ഒന്നാന്തരമായിട്ട് ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ്. അപ്പൊ ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഈ 15 ദിവസവും മിനിമം ഒരു വീഡിയോ എങ്കിലും ഈ ചാനലിൽ
ചെയ്യാനായിട്ട് ശ്രമിക്കും. ലൈവ് അല്ലാത്തത് കൊണ്ട് ലൈവ് അപ്ഡേറ്റ്സ് കാണില്ല, പക്ഷെ റിവ്യൂസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതേപോലത്തെ റിവ്യൂസ് പരമാവധി ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് നിങ്ങളുടെ സ്വന്തം ജൂക്കേട്ടൻ ടോക്സ്. അപ്പൊ ശരി, നാളെ കാണാം. ബൈ.